ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 2ാമത്തെ ചാപ്റ്ററാണ് ആസിഡുകളും ബേസുകളും. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളുടെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ക്ലാസ് 7 പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആസിഡുകളും ബേസുകളിലും ആദ്യത്തെ നിങ്ങളറിയാലോ ജിനുവിൻ്റെ ഒരു ഡയറി കുറിപ്പാണ്. അപ്പോൾ ആ ഡയറി കുറിപ്പിൽ എന്താണ്, അതിലൊരു മാജിക് ആണല്ലേ, ഒരു മാജിക് കണ്ട്. അതായത് ആദ്യത്തെ ടംബ്ലറിൽ പിങ്ക് നിറമുള്ള ദ്രാവകം ഒഴിഞ്ഞ ഗ്ലാസ് ടംബ്ലറിലേക്ക് പകരാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു. പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു. 2ാമത്തെ ടംബ്ലർ പ്രകൃതി ആ പിങ്ക് ദ്രാവകം മഞ്ഞ നിറമായി മാറി. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള മാജിക് എന്താണെന്ന് നോക്കാം. ഡയറിയിൽ പറഞ്ഞ പിങ്ക് നിറമുള്ള ദ്രാവകം പതിമുഖം തിളപ്പിച്ച വെള്ളമാണ്. പതിമുഖം പലവ്യഞ്ജന കടയിൽ ലഭിക്കും. ഇത് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായി ഉപയോഗിക്കുന്ന വസ്തുവാണ്. പാക്കറ്റിനുള്ളിൽ ഇത് മരച്ചീളുകളെ പോലെ ഇരിക്കും. അപ്പോൾ പതിമുഖം എന്ന് പറയുന്നത് കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കരിങ്ങാലി, ദാഹശമനി തുടങ്ങിയ പേരുകളിൽ വരുന്ന വസ്തുക്കൾ ഈ പരീക്ഷണത്തിന് കൊള്ളില്ല. പതിമുഖത്തിൻ്റെ ഏതാനും കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കണം. എത്രത്തോളം തിളപ്പിക്കുന്നുവോ അത്രത്തോളം വെള്ളത്തിൽ പിങ്ക് നിറം ലഭിക്കും. പരമാവധി പിങ്ക് നിറം വരുത്തിയ ദ്രാവകമാണ് മാജിക്കിന് അനുയോജ്യം. അപ്പോൾ ആ പിങ്ക് നിറമുള്ള ദ്രാവകം എന്ന് പറഞ്ഞത് പതിമുഖം തിളപ്പിച്ച വെള്ളമാണ്. പരമാവധി തിളപ്പിക്കുന്തോറും അതിൻ്റെ ഒരു നിറം നല്ല കട്ടിയായിട്ട് വരും. ഓക്കെ, നിറം മാറ്റാനായി 2ാമത്തെ ഗ്ലാസ്സിൽ 2-3 തുള്ളി നാരങ്ങനീര് ഉറ്റിച്ചു വെച്ചു. അപ്പോൾ എന്താണ്, പതിമുഖം ആസിഡിൻ്റെ സൂചകമാണ്. ആസിഡിൻ്റെ നേരിയ അംശം ചേരുമ്പോൾ തന്നെ പതിമുഖം വെള്ളത്തിൻ്റെ നിറം മഞ്ഞയായി മാറും. ഓക്കെ, അപ്പം ആ നിറം മാറ്റാനായിട്ട് എന്താണ്, നാരങ്ങ നീരാണ് ഉറ്റിച്ചത്. അപ്പോൾ നാരങ്ങ നീര് ഉറ്റിച്ചപ്പോൾ പതിമുഖ വെള്ളത്തിൻ്റെ നിറം പിങ്ക് നിറത്തിൽ നിന്നും മഞ്ഞ നിറമായി മാറി. അതാണ് ഈ മാജിക്കിൻ്റെ രഹസ്യം. അപ്പോൾ നമുക്ക് ജിനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ച പിങ്ക് ദ്രാവകം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ജിനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ച പരീക്ഷണത്തിൻ്റെ മഞ്ഞ നിറം ലഭിക്കാനായി 2ാമത്തെ ക്ലാസ്സിൽ ടീച്ചർ ചേർത്തിരിക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാണ്? നിങ്ങൾ ചെയ്ത പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ നേരെ ടിക്ക് അടയാളപ്പെടുത്തുക. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ചാരം കലക്കിയ വെള്ളമല്ല, നാരങ്ങനീര്, വിനാഗിരി, പുളിവെള്ളം, ഈ 3 വെള്ളത്തിലേക്ക് വെള്ളം ഉറ്റിച്ചപ്പോഴാണ് നിറം മാറിയത്. അപ്പം പതിമുഖം വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവമുണ്ട്. എന്താണ് അവയെല്ലാം? നമുക്കറിയാം, നാരങ്ങനീര്, വിനാഗിരി, പുളിവെള്ളം ഇവയൊക്കെ എന്താണ്, പുളി രുചിയുള്ളവയാണ്. ചില ആസിഡുകൾ അടങ്ങിയത് കൊണ്ടാണ് ഇവയ്ക്ക് പുളി രുചി ഉള്ളത്. ഇനി നമുക്ക് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലെ ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ലക്ഷ്യം എന്ന് നമ്മൾ എഴുതാം. ലക്ഷ്യം എന്താണ്? ഏതെല്ലാം വസ്തുക്കൾക്കാണ് പതിമുഖം വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കാൻ സാധിക്കുക എന്ന് കണ്ടെത്തുന്നതിനാണ് നമ്മൾ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണ്? ഗ്ലാസ് ടംബ്ലറുകൾ, ഡ്രോപ്പർ, നാരങ്ങാനീര്, പതിമുഖ വെള്ളം, സോപ്പ് വെള്ളം, വിനാഗിരി, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, പുളിവെള്ളം, മോര് വെള്ളം, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി പരീക്ഷണ രീതി എന്താണ്? 8 ഗ്ലാസ്സുകളായി അല്പം വീതം പതിമുഖ വെള്ളം എടുക്കുക. അവയിലേക്ക് ഡ്രോപ്പർ ഉപയോഗിച്ച് ഏതാനും തുള്ളി വിനാഗിരി, നാരങ്ങനീര്, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, മോര്, പുളിവെള്ളം, തെളിഞ്ഞ ചാരവെള്ളം എന്നിവ ചേർക്കുക. ഓക്കെ, ഇനി നിരീക്ഷണം എന്താണ്? വിനാഗിരി, നാരങ്ങനീര്, മോര്, പുളിവെള്ളം എന്നിവ ചേർത്ത ഗ്ലാസ്സിലെ പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയായി. ഇപ്പോൾ വിനാഗിരി, നാരങ്ങനീര്, മോര്, പുളിവെള്ളം എന്നിവ ചേർത്ത ഗ്ലാസ്സുകളിലെ വെള്ളത്തിൻ്റെ നിറം എന്താണ്? മഞ്ഞ നിറമായി മാറി. അപ്പോൾ നമുക്ക് നിഗമനം എന്തെഴുതാം? പുളിരുചിയുള്ള വസ്തുക്കൾക്ക് പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കാൻ കഴിയും. ഈ ക്രോഡീകരണം നമ്മൾ എഴുതണം. പുളിരുചിയുള്ള വസ്തുക്കളിൽ ചില ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. പുളിരുചിയുടെ അടിസ്ഥാനം അവയിലടങ്ങിയ ആസിഡുകളാണ്. ഇതാണ് പരീക്ഷണക്കുറിപ്പ്. ഇനി നമുക്ക് അടുത്തൊരു ടേബിള് പൂരിപ്പിക്കാനുണ്ട്. ദ്രാവകം, വിനാഗിരി, നാരങ്ങനീര്, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച എന്താണ്, മോര്, പുളിവെള്ളം. ഓക്കെ, ഇവ നീല ലിറ്റ്മസും ചുവപ്പ് ലിറ്റ്മസിലും ഇവയുടെ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസ്? ഇത് നോക്കാം. വിനാഗിരിയിൽ പിന്നെ ദ്രാവകത്തിൻ്റെ ചുവപ്പ് നിറമാണ്. നീല ലിറ്റ്മസ് ചുവപ്പ് ലിറ്റ്മസ് ചുവപ്പ്. നാരങ്ങനീരിലെ ചുവപ്പ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ നീല. സോപ്പ് വെള്ളം നീല. തെളിഞ്ഞ അപ്പക്കാര ലായനി നീല. മോര് ചുവപ്പ്. പുളിവെള്ളം ചുവപ്പ്. തെളിഞ്ഞ വെള്ളം നീല. അപ്പോൾ ചുവപ്പായത് ഇവിടെ കണ്ടല്ലോ, വിനാഗിരി, നാരങ്ങനീര്, അതേപോലെ മോര്, പുളിവെള്ളം. ഇതിലാണ് എന്തായത് ചുവപ്പ് നിറമായ
നമുക്കിവിടെ എന്തെല്ലാം എഴുതാം? ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത് എന്ന് ചോദിച്ച് നാരങ്ങനീര്, വിനാഗിരി, മോര്, പുളിവെള്ളം. ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയത് എന്ന് ചോദിച്ചാൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചാരവെള്ളം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 2 സംഭവങ്ങളാണ് പഠിക്കുന്നത്. എന്താണ്? ആസിഡുകളും ബേസുകളും. ആസിഡുകൾ എന്നാൽ എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ബേസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. അപ്പോൾ സൂചകങ്ങൾ എന്ന് പറഞ്ഞാലോ നിറം മാറ്റത്തിലൂടെയും ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. അപ്പോൾ ഇവിടെ ലിറ്റ്മസ് പേപ്പർ എന്താണ്? ഒരു സൂചകമാണ്. അപ്പോൾ ആസിഡ് എന്താണ്? ബേസ് എന്താണ്? സൂചകങ്ങൾ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ഇനി നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചല്ലേ? അതിൽ നിന്ന് നമ്മൾ പരീക്ഷണമൊക്കെ കണ്ടെത്തി. അതുപോലെ തന്നെ സാധാരണ ലബോറട്ടറി ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്താണ്? ഫിനോഫ്തലീൻ. അപ്പോൾ ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പട്ടിക പൂരിപ്പിക്കാനും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ സൂചകം, സ്വാഭാവിക നിറം, ആസിഡ് നിറം, ബേസിലെ നിറം. നീല ലിറ്റ്മസ് നീല, ചുവപ്പ്, നീല. ഓക്കെ. ചുവപ്പ് ലിറ്റ്മസിനോ ബേസിലെ നിറം നീലയാണ്. ഫിനോഫ്തലിൻ നിറമില്ല, പിങ്ക്. മീഥൈൽ ഓറഞ്ച്, ഇളം പിങ്ക്, ഇളം ചുവപ്പ്, ഇളം മഞ്ഞ. ഓക്കെ. ഇങ്ങനെയാണ് ആ പട്ടിക പൂരിപ്പിക്കേണ്ടത്. നമുക്ക് അടുത്ത ഭാഗം അടുത്ത വീഡിയോ കാണാം. താങ്ക്